നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. 15 മാസത്തെ ദയാരഹിതമായ ആക്രമണത്തിന് ശേഷം ഗസയിൽ വംശഹത്യയ്ക്ക് ഇടവേളയെടുക്കാൻ നിർബന്ധിതമായ ഇസ്രയേൽ വിജയത്തിൻ്റെ കൊടിയാണോ നാട്ടുന്നത്, അതോ പരാജയത്തിൻ്റെ കയ്പ് കുടിക്കുകയാണോ അവർ? ഗസയെ ഒരു ആളില്ലാ ഭൂമിയാക്കുമെന്ന് ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസിനെ രാഷ്ട്രീയമായും സൈനികമായും ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ നരവേട്ട ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയോ? 1.5 വർഷത്തിലേക്കെത്തുമ്പോൾ ഹമാസുമായി തന്നെ ഒരു സന്ധിയുണ്ടാക്കി വെടിനിർത്തലിലേക്ക് പോകാൻ ഇസ്രയേൽ നിർബന്ധിതമായിരിക്കുന്നു. ലോകത്തെ നടുക്കിയ ഈ ആക്രമണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, പരമാധികാരം വേണ്ട, ഇസ്രയേലിൻ്റെ അടിമത്തൊഴുത്തായി കിടന്നോളാം എന്ന് പറയുന്ന ഒരു ജനതയാക്കി ഫലസ്തീനികളെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞോ? പുതിയ ലോകം മറന്നു കഴിഞ്ഞ ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ കൂടുതൽ ഉച്ചത്തിൽ ലോകത്തിൻ്റെ നടുമുറ്റത്ത് സ്ഥാപിക്കാൻ ഫലസ്തീനികൾക്കായി എന്നതല്ലേ ഈ പോരാട്ടത്തിൻ്റെ അന്തിമ ഫലം? പുനർനിർമ്മാണം മാത്രം പോരാ, ആത്യന്തിക രാഷ്ട്രീയ പരിഹാരവും കൂടി അനിവാര്യമാണെന്ന് പറയാൻ ലോകത്ത് കൂടുതൽ രാജ്യങ്ങളുണ്ടായിരിക്കുന്നു. ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യമോഹത്തെ ബലി കഴിച്ചുകൊണ്ട് അറബ് സമൂഹവുമായി കണ്ണിച്ചേർന്ന് വലുതാകാനുള്ള ഇസ്രയേലിൻ്റെ പൂതിയല്ലേ ഈ 15 മാസം കൊണ്ട് തകർന്നടിഞ്ഞത്? ലോകത്ത് എത്രയോ രാജ്യങ്ങൾ ഇസ്രയേലിനോടുള്ള കൂട്ടുവെട്ടി, പ്രതിനിധികളെ പുറത്താക്കി. 100-ലധികം രാജ്യങ്ങളിൽ ഇസ്രയേലിനെതിരായ പ്രതിഷേധ ശബ്ദങ്ങൾ തെരുവുകളെ നിറച്ചില്ലേ? 40,000 മനുഷ്യരെ കൊന്നു തള്ളിയിട്ട്, കുഞ്ഞുങ്ങളെ ചോരയിൽ മുക്കിയിട്ട്, അവരുടെ കളിപ്പാട്ടങ്ങളിൽ പൊടി നിറച്ചിട്ട് എന്തു നേടി ഇസ്രായേൽ? നമ്മൾ തോൽക്കുകയാണെന്ന നിലവിളി ഇസ്രയേലി മന്ത്രിസഭയ്ക്കകത്ത് മുഴങ്ങുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ആധുനിക മനുഷ്യക്കുലം കണ്ട ഏറ്റവും പൈശാചികമായ കൂട്ടക്കൊലയ്ക്കാണ് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രയേൽ ഒരു ഇടവേളയെടുക്കാൻ ഒരുങ്ങുന്നത്. ഇടവേളയെന്നേ അതിനെ വിളിക്കാൻ കഴിയൂ. ഇത് ഒരിക്കലും ഒരു യുദ്ധവിരാമമായിരിക്കില്ല. പിറവിയെടുത്തത് മുതൽ ഇങ്ങോട്ട് ഫലസ്തീനുമേൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ട് മാത്രം നിലനിന്നു പോന്നിരുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഫലസ്തീനെ ആക്രമിക്കാതെ, അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കാതെ ആ രാജ്യത്തിന് അതിജീവിക്കാൻ കഴിയില്ല. കാരണം നീതിവിരുദ്ധമായി സ്ഥാപിക്കപ്പെടുകയും നിയമവിരുദ്ധമായി വികസിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യമോഹികളുടെ ചോര തെറിപ്പിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഇക്കാലത്തിനിടയ്ക്ക് ഒരിക്കലും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പൊതുവികാരത്തെ മാനിക്കാത്ത, രാജ്യാന്തര കരാറുകളെ അംഗീകരിക്കാത്ത ഒരു രാജ്യം ഈ വെടിനിർത്തലിനെ പോലും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണണം. എന്നാലും ഒരു ഇടവേളയെടുക്കാൻ ഇസ്രയേൽ നിർബന്ധിതമായിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? നിശ്ചയമായും അമേരിക്കയിലുണ്ടായ ഭരണമാറ്റം ഇസ്രയേലിനെ മാറ്റിച്ചിന്തിപ്പിക്കുന്ന ഘടകമാണ്. അനന്തകാലം ഗസയ്ക്കെതിരെ വിനാശമഴ പെയ്യിക്കാൻ ആയുധവും പണവും ഇറക്കിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല അവിടുത്തെ പുതിയ പ്രസിഡന്റ്. പടിയിറങ്ങിപ്പോകാനൊരുങ്ങുന്ന പ്രസിഡന്റാവട്ടെ ഗസയുടെ ചോരയിൽ കൈപൊള്ളി തോറ്റയാൾ കൂടിയാണ്. അമേരിക്കയുടെ നിലപാട് മാറ്റം ഇസ്രയേലിനും നെതന്യാഹുവിനും മുന്നിൽ വേറെ വഴികളില്ലാതാക്കി എന്നത് യാഥാർത്ഥ്യം. എന്നാൽ അതുമാത്രമോ നെതന്യാഹുവിൻ്റെ പൈശാചിക പടയ്ക്ക് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളികൾ? ഒക്ടോബർ 7-ന് ശേഷം ഒരാഴ്ച കൊണ്ട് എല്ലാം തീർത്തുവരുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേലി സൈന്യത്തിന് ഇതുവരെ 500 സൈനികരെങ്കിലും അവിടെ നഷ്ടമായിട്ടുണ്ട്. അത് ഇസ്രയേൽ പറയുന്ന കണക്കാണ്. അതിലേറെ ഇസ്രയേലി സൈനികർ ഗസയിലെ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. പിന്നെയും ആയിരക്കണക്കിന് സൈനികർ പരിഹാരമില്ലാത്ത വിധം പരിക്കേറ്റവരായി. ദൗത്യത്തിൽ പങ്കെടുത്ത 70%-ലധികം സൈനികരും കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമകളാവുകയോ രോഗികളായി മാറുകയോ ചെയ്തുവെന്ന് പറയുന്നു വിവിധ റിപ്പോർട്ടുകൾ. ചിലർ ഗസയിലെ ദൗത്യം കഴിഞ്ഞ് മടങ്ങിയെത്തി ആത്മഹത്യ ചെയ്തു. ഇസ്രയേൽ എന്ന രാഷ്ട്രമാകട്ടെ ലോകത്ത് ഒറ്റപ്പെടുന്നതിലേക്ക് കാര്യങ്ങളെത്തി. സൗഹൃദ വിപുലീകരണത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുകയും അത്തരം സഖ്യരൂപീകരണങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ നെതന്യാഹു തന്നെയും പ്രതീക്ഷാഭാരത്തോടെ സംസാരിച്ചു നിർത്തിയപ്പോഴാണ് ഒക്ടോബർ 7-നും അതിനുശേഷമുള്ള ഇസ്രയേലിൻ്റെ ആക്രമണവും തുടങ്ങിയത് എന്നോർക്കണം. ഇസ്രയേൽ വലിയ കാലമെടുത്ത് സൃഷ്ടിച്ചു കൊണ്ടുവന്ന അന്താരാഷ്ട്ര അംഗീകാരം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകുന്നതിലേക്കാണ് കാര്യങ്ങളെത്തിയത്. ഒടുക്കം അവരെന്തു നേടുന്നു? എന്തൊക്കെയായിരുന്നു ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ? 1. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കും. 2. ബന്ദികളെയെല്ലാം മോചിപ്പിക്കും. ഗസയെ പൂർണ്ണമായും മറ്റൊരു പ്രദേശമാക്കും. അതിൻ്റെ ഭരണം ഹമാസിൽ നിന്ന് വിടുവിക്കും.
എന്നിട്ട് അതിലേതെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞോ? ഹമാസിനെ ഇല്ലാതാക്കുമെന്ന സൈനിക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ 15 മാസം നീണ്ട ചോരയൊഴുക്കലിനും കഴിഞ്ഞില്ല. ഇപ്പോഴും ഇസ്രായേൽ കരാറുണ്ടാക്കുന്നത് അതേ ഹമാസുമായാണ്. ഇല്ലാതാക്കിയെങ്കിൽ പിന്നെ അവരുമായി എങ്ങനെ കരാറുണ്ടാക്കുമെന്ന ചോദ്യം ഇസ്രായേലിൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തും. ഇസ്രായേലും അമേരിക്കയും ഭീകര സംഘമെന്ന് വിളിച്ച, ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് അലമുറയിട്ട അതേ ഹമാസുമായി സന്ധിയിലെത്താൻ യുദ്ധസംഘം നിർബന്ധിതമായിരിക്കുന്നു. രണ്ടാമത്തെ ലക്ഷ്യമായ സൈനിക നടപടിയിലൂടെ ബന്ദിമോചനം എന്ന പദ്ധതിയും നടപ്പായില്ല. എല്ലാ ബന്ദികളെയും വിട്ടുകിട്ടാൻ തോക്കു താഴെ വെച്ച് ഹമാസുമായി കരാറുണ്ടാക്കാൻ നിർബന്ധിതമായിരിക്കുന്നു അവർ. ഓരോ ബന്ദിക്കും പകരം 10 ഇരട്ടിയിലധികം തടവുകാരെ വിട്ടയക്കേണ്ടി വരുന്നു. എവിടെയാണ് ഇസ്രായേലിൻ്റെ സൈനിക വിജയം? ശരിയാണ്, 40,000-ത്തിലധികം മനുഷ്യരെ അവർ കൊന്നുതള്ളി, ഗസയെ തരിപ്പണമാക്കി. അതിന് ഒരു രാജ്യത്തിൻ്റെ സൈന്യം തന്നെ വേണമെന്നില്ല. ഏതു ഭീകര സംഘടനയ്ക്കും ചെയ്യാവുന്നതാണ് അത്. വലിയ ബോംബുകളിട്ട് ആളുകളെ കൊല്ലുക. അത് ഇസ്രായേലിൻ്റെ ഭീകരസേനയും ചെയ്തു. എവിടെ രാഷ്ട്രീയ വിജയമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമെന്താണ്? ഗസയുടെ സ്വാതന്ത്ര്യമോഹത്തെ, അവരുടെ പോരാട്ട വീര്യത്തെ ഇല്ലാതാക്കാൻ നെതന്യാഹുവിൻ്റെ ഇസ്രായേലിന് കഴിഞ്ഞോ? എന്താണ് ഈ യുദ്ധത്തിലെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരാജയം? പതിറ്റാണ്ടുകൾ പണിയെടുത്ത് അവർ ലോകത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയം പിന്നെയും ലോകത്തിൻ്റെ പ്രധാന അജണ്ടയായി മാറിക്കഴിഞ്ഞു. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സാധ്യമാകാതെ ഇസ്രായേലിൻ്റെ സുരക്ഷാ ഭീഷണി അവസാനിക്കില്ല എന്ന നിലപാടിലേക്ക് അമേരിക്ക അടക്കം മാറിക്കഴിഞ്ഞു. ഇതിൽ പരം ഒരു പരാജയം ഇസ്രായേലിന് രാഷ്ട്രീയമായി സംഭവിക്കാനുണ്ടോ? അല്ലെങ്കിൽ 15 മാസത്തെ ചോരയ്ക്ക് ഫലസ്തീൻ ജനത പകരം നേടുന്നത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് തങ്ങളുടെ രാഷ്ട്രാവശ്യം ഉയർത്തിയെന്ന നേട്ടമാണ്. ഒന്ന് ശരിയാണ്, ഇസ്രായേലിൻ്റെ നരനായാട്ടിൽ ഗസ ഒരു ശ്മശാന ഭൂമികയായി മാറിക്കഴിഞ്ഞു. സമാനതകളില്ലാത്ത ഒരു കോൺക്രീറ്റ് അവശിഷ്ട ഭൂമിയാണ് ഇന്നത്. ഒരു ജീവിത മേഖല എന്ന നിലയ്ക്ക് ഗസയിലെ 70%-ലധികം സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. വെടിനിർത്തിയാലും ആളുകൾക്ക് മടങ്ങി വരാൻ അവരുടെ വീടുകൾ അവശേഷിക്കുന്നില്ല. വീടുകൾ മാത്രമല്ല, ആശുപത്രികളും സ്കൂളുകളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം തകർത്തെറിഞ്ഞു ഇസ്രായേൽ പട. ചെറിയ തുരുത്തിലെ 22 ലക്ഷം മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും കുടിയിറക്കപ്പെട്ടു. ചിതറിപ്പോയ മനുഷ്യർക്ക് അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, ശുദ്ധജലം, ശുചിത്വം ഇവയെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ഇസ്രായേൽ ആസൂത്രിതമായി വിച്ഛേദിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുവരെ 40,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ അത് 80,000-വും കടന്നേക്കാമെന്ന് ചില പഠനങ്ങൾ പറയുന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനും യേൽ യൂണിവേഴ്സിറ്റിയും ഒക്കെ നടത്തിയ പഠനം പറയുന്നത് ഔദ്യോഗിക കണക്കിനേക്കാൾ 40%-ലധികം ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. 2023 ഒക്ടോബറിനും 24 ജൂണിനുമിടയിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ കരയാക്രമണങ്ങളിൽ 64,260 പേർ കൊല്ലപ്പെട്ടതായാണ് പഠനം കണക്കാക്കുന്നത്. ഇതിൽ 59% സ്ത്രീകളും കുട്ടികളും 65 വയസ്സിന് മുകളിലുള്ളവരുമാണെന്നും പഠനം പറയുന്നു. അതേസമയം ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കിൽ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടത് 37,877 പേർ മാത്രമാണ്. ഗസ മുനമ്പിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിദേശ മാധ്യമങ്ങളെ ഇസ്രായേൽ വിലക്കിയിട്ടുള്ളതിനാൽ ശരിയായ മരണസംഖ്യ മനസ്സിലാക്കാനും സ്ഥിരീകരിക്കാനും വലിയ പ്രതിസന്ധിയുമുണ്ട്. മരണസംഖ്യ കണക്കാക്കുന്നതിൽ ഫലസ്തീനിയൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ശേഷി മികച്ചതായിരുന്നുവെങ്കിലും ഇസ്രായേലി ആക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചതോടെ അതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ലാൻസെറ്റിൻ്റെ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. 23 ലക്ഷം ജനസംഖ്യയുള്ള ഗസയിലെ ഏകദേശം 2.9% മനുഷ്യരാണ് ഇസ്രായേലി നരനായാട്ടിൽ കൊല്ലപ്പെട്ടത് എന്നാണ് വിലയിരുത്തൽ. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഇതുവരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 42 ദശലക്ഷം ടണ്ണിലധികം അവശിഷ്ടങ്ങൾ ഗസ മുനമ്പിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം വാരിക്കൂട്ടി ലോറികളിൽ നിറച്ചാൽ ന്യൂയോർക്ക് മുതൽ സിംഗപ്പൂർ വരെ നീളുന്ന ട്രക്കുകളുടെ ഒരു വലിയ നിര രൂപപ്പെടുമത്രേ. പുനർനിർമ്മാണത്തിൻ്റെ കഥ പറയുമ്പോൾ ഇതുവരെ ഇസ്രായേൽ സൃഷ്ടിച്ച അവശിഷ്ടങ്ങൾ നീക്കാൻ തന്നെ വർഷങ്ങളെടുക്കും എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം. $700 മില്യൺ അവശിഷ്ട നീക്കത്തിന് ചെലവാക്കേണ്ടി വരും. ഇസ്രായേൽ വർഷിച്ചവയിൽ പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ അവശിഷ്ടങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ദൗത്യം കൂടുതൽ സങ്കീർണമാകും. അപകടകരമായ മാലിന്യങ്ങൾ, അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന മനുഷ്യാവശിഷ്ടങ്ങൾ ഇവയെല്ലാം ദൗത്യത്തിന് വെല്ലുവിളിയാകുമെന്ന് വിദഗ്ധർ പറയുന്നു. അവശിഷ്ടങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ട വീടുകളാണ്. ഗസയിലുടനീളം ആ അവശിഷ്ടങ്ങളുണ്ട്.
വിനാശം വന്നു വീഴാത്ത ഒരു സ്ഥലവും അവിടെ അവശേഷിക്കുന്നില്ല. മനുഷ്യർക്ക് ജീവിക്കാൻ ബാക്കിയായ സ്ഥലത്തിൻ്റെ അളവ് പിന്നെയും ചെറുതായിരിക്കുന്നു. അതിനാൽ തന്നെ അപകടകരമായ ജനസാന്ദ്രതയിലേക്ക് ഗസ മാറിയെന്നതാണ് യാഥാർത്ഥ്യം. പ്രധാന സ്ഥലങ്ങളിലൊന്നായ ഖാൻ യൂനിസിൽ നിന്ന് മാത്രം 8.5 ദശലക്ഷം ടൺ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്താലേ അവിടെ ഇനിയും ജനജീവിതം സാധ്യമാകൂ. ഒരു കാലത്ത് ഓറഞ്ചും മുന്തിരിപ്പഴവുമൊക്കെ കൃഷി ചെയ്തിരുന്ന ഗസയിലെ മിക്ക കാർഷിക മേഖലകളും ഇപ്പോൾ തകർന്നിരിക്കുന്നു. തോട്ടങ്ങളും വയലുകളുമെല്ലാം നശിച്ചു. കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ മുക്കാലും നശിക്കുകയോ കെട്ടിടങ്ങൾ തകർന്നതോടെ മനുഷ്യർക്ക് അവിടെ കുടിൽ കെട്ടുകയോ ചെയ്യേണ്ടി വന്നു. വർഷങ്ങൾ കഴിയാതെ ഗസയിലെ കൃഷിയെ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് അന്താരാഷ്ട്ര സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. വെടിനിർത്തിയ ഗസയിൽ സമാധാനവും ജീവിതവും വീണ്ടെടുക്കാൻ ലോകത്തിന് എന്ത് പദ്ധതിയുണ്ട് എന്നത് പ്രധാനമാണ്. ഫലസ്തീൻ പ്രശ്നത്തിൽ ഒരു രാഷ്ട്രീയ പരിഹാരവുമില്ലാതെ കേവലമായ പുനർനിർമ്മാണത്തിൽ മാത്രമായി കേന്ദ്രീകരിച്ച് വിജയിക്കുക ഇനി സാധ്യമാണോ എന്ന മൗലിക ചോദ്യം അവിടെയുണ്ട്. പുനർനിർമ്മാണമെന്ന പ്രക്രിയയും അതുണ്ടാക്കുന്ന അനിശ്ചിതാവസ്ഥയും ദീർഘകാലം ഗസ അനുഭവിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആധുനിക സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് ഗസയിൽ ഇപ്പോൾ കാണുന്നതെന്ന് പറയുന്നു രണ്ടാം ലോക മഹായുദ്ധാനന്തര പുനർനിർമ്മാണത്തെക്കുറിച്ച് പഠിച്ച മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസർ മാർക്ക് ജാംസോബക്ക്. ഇത് ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം മാത്രമല്ല, ഭരണത്തിൻ്റെയും അടിസ്ഥാന സ്ഥാപനങ്ങളുടെയും മനുഷ്യജീവിതത്തിൻ്റെയും സാധാരണത്വത്തിൻ്റെയും നാശമാണ്. അതിൻ്റെ പുനർനിർമ്മാണത്തിന് നാം ഒടുക്കേണ്ടി വരുന്ന വില വലുതായിരിക്കുമെന്നത് സുനിശ്ചിതം. ഗസയുടെ പുനഃസൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആരാണ് അതിന് നേതൃത്വം നൽകുക, ആരാണ് അതിന് പണം കൊടുക്കുക പോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ ഒരു ആത്യന്തിക പരിഹാരം കണ്ടെത്താനായില്ല എന്നതുകൂടിയാണ്. മുമ്പത്തെ ഇസ്രയേൽ ആക്രമണങ്ങളും അതുണ്ടാക്കിയ വിനാശങ്ങൾക്കും ശേഷം വിവിധ രാജ്യങ്ങളും സഹായഹസ്തവുമായി രംഗത്തുണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും ജപ്പാനുമെല്ലാം ഗസയുടെ വീണ്ടെടുപ്പിന് പലപ്പോഴായി പണം വാഗ്ദാനം ചെയ്തുവെങ്കിലും എല്ലായ്പ്പോഴും അതിൻ്റെ തുടർച്ച ഉണ്ടായില്ല. റോഡുകൾ, ആശുപത്രികൾ, ഭവന സമുച്ചയങ്ങൾ, കാർഷിക അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയിൽ നേരിട്ട് പണം നിക്ഷേപിച്ച ഖത്തറായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയ രാജ്യം. കൂടാതെ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ കോടിക്കണക്കിന് ഡോളറിൻ്റെ ഗ്രാൻറ്റുകളും ഖത്തർ ഫലസ്തീന് നൽകി. ഖത്തറിന് പുറമെ പരമാവധി പ്രധാന രാജ്യങ്ങളെ കൂടി രംഗത്തിറക്കിയാൽ മാത്രമേ ഗസയുടെ ശരിയായ പുനഃസൃഷ്ടിയിലേക്ക് സഞ്ചരിക്കാൻ കഴിയൂ. പക്ഷേ ആത്യന്തിക പരിഹാരമില്ലാതെ ഇടവേളകളിൽ അർത്ഥശൂന്യമായി പണം മുടക്കുന്നതിൻ്റെ യുക്തിയെക്കുറിച്ച് പറഞ്ഞൊഴിയുന്നു പല രാജ്യങ്ങളും. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായ ഡാനിയേൽ എഗലിൻ്റെ അഭിപ്രായത്തിൽ ഗസയുടെ വീണ്ടെടുപ്പിന് $80 ബില്യൺ ചെലവ് വരാം. മരിച്ച മനുഷ്യർ, പരിക്കേറ്റവർ, ഇസ്രയേലിൻ്റെ ആക്രമണമുണ്ടാക്കിയ ആഘാതം, കാർഷിക തൊഴിൽ മേഖലകളുടെ തകർച്ച ഇവയെല്ലാം കണക്ക് കൂട്ടിയാൽ ഒരു അസാധാരണ ദൗത്യത്തിന് ലോകം മുന്നിട്ടിറങ്ങേണ്ടി വരുമെന്നാണ് എഗലിൻ്റെ പക്ഷം. നിങ്ങൾക്ക് ഒരു കെട്ടിടം പുനർനിർമ്മിക്കാം, പക്ഷേ 1 ദശലക്ഷം കുട്ടികളുടെ ജീവിതം നിങ്ങൾ എങ്ങനെ പുനർനിർമ്മിക്കുമെന്ന് എഗൽ ചോദിക്കുന്നു. ഇസ്രയേലിനെ പോലെ ഒരു രാജ്യം കരാറുകൾ പാലിക്കുന്നതിൽ ഒരു ധാർമ്മിക മൂല്യവും ഒരു കാലത്തും പ്രകടിപ്പിച്ച ചരിത്രമില്ലാത്ത രാജ്യം പുനർനിർമ്മാണ പ്രക്രിയയോട് എങ്ങനെ സഹകരിക്കുമെന്നതും പ്രധാന വെല്ലുവിളിയായിരിക്കും. പോരാട്ടം അവസാനിച്ചാലുടനെ അവശിഷ്ടങ്ങൾ നീക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്ന് ഫലസ്തീൻ അതോറിറ്റി പറയുന്നു. പക്ഷേ ആ അവശിഷ്ടങ്ങൾ എങ്ങോട്ട് മാറ്റുമെന്ന വലിയ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമൊന്നുമില്ല. പക്ഷേ എന്നാലും ഞങ്ങളുടെ നാട് ഞങ്ങൾ വീണ്ടെടുക്കുമെന്ന് ഫലസ്തീനികൾ നിശ്ചയദാർഢ്യത്തോടെ പറയുന്നുണ്ട്. എത്രയോ മുൻ അനുഭവങ്ങൾ അവരുടെ മുന്നിലുണ്ട്. 2 മഹാപലായനങ്ങളുടെ, എണ്ണമില്ലാത്ത ആക്രമണങ്ങളുടെ, വിനാശങ്ങളുടെ അധ്യായങ്ങളെ മറികടന്ന് സഞ്ചരിക്കുന്ന മനുഷ്യരാണ് അവർ. ഗസയിൽ ചോരപ്പെയ്ത്തിന് ഇടവേളയാകുന്നു എന്ന് വരുമ്പോൾ നാം ഇന്ത്യക്കാരും ചിലത് ആലോചിക്കേണ്ടതുണ്ട്. 15 മാസം നീണ്ടുനിന്ന സമാനതകളില്ലാത്ത ക്രൂരത കണ്ട് ലോകം വിറങ്ങലിച്ചു നിന്നപ്പോൾ അതിൽ ആനന്ദം രേഖപ്പെടുത്തിയ ഒരേ ഒരു കൂട്ടം ഇന്ത്യയിൽ നിന്നുള്ള ചിലരായിരുന്നു. ഒരധിനിവേശ ആക്രമണത്തിൽ കുഞ്ഞുങ്ങൾ തലചിതറി മരിക്കുമ്പോൾ, ഇളം പൈതലുകൾ മരണഭയത്താൽ നിലവിളിക്കുമ്പോൾ ആരുടെ പക്ഷത്ത് നിൽക്കണമെന്നതിനെ ചൊല്ലി തർക്കിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടായിരുന്നു. ഇസ്രായേൽ സേന ഫലസ്തീനികൾക്കുമേൽ നടത്തുന്ന കൊടിയ ക്രൂരതകൾക്ക് 7 പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. ദയാരഹിതമായ ആക്രമണം 40,000 പേരെങ്കിലും ഇപ്പോൾ കൊന്നു. ഇനിയും പുറത്തെടുക്കാത്ത മൃതദേഹങ്ങൾ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. പരിക്കേറ്റവർക്ക് ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങളെല്ലാം ഇസ്രായേൽ തകർത്തു. അവസാനത്തെ അഭയകേന്ദ്രമെന്നോണം ആശുപത്രികളിലേക്ക് ഓടിക്കയറിയ നിരാലംബരായ മനുഷ്യരെ പോലും ബോംബുകളിട്ട് കൊന്നു. നാം ആരുടെ പക്ഷത്ത് നിൽക്കണം? ഗസയിലെ കൂട്ടക്കുരുതിക്കെതിരെ ലോകമൊട്ടുക്ക് പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. ഓരോ നഗരങ്ങളിലും സകല വിലക്കുകളും മറികടന്ന് ജനങ്ങൾ തെരുവിലിറങ്ങി. ഒറ്റക്കാര്യം പറയട്ടെ,
ലോകവികാരത്തിനെതിരായി ഇസ്രയേലിനെ അനുകൂലിച്ച് അവരുടെ പതാകകളുമായി രംഗത്ത് വന്ന ഒരേ ഒരു കൂട്ടം മനുഷ്യരുള്ളത് നമ്മുടെ ഇടയിലാണ്. ഇസ്രയേലിന് വേണ്ടി ക്രൂരമായ നുണകളുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ആളുകളാണ്. എന്താണതിന് കാരണം? ഫലസ്തീനുമേൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിൽ ആദ്യകാലം മുതൽ ഇങ്ങോട്ട് ഫലസ്തീനികൾക്കൊപ്പം നിലകൊണ്ടതാണ് നമ്മുടെ പാരമ്പര്യം. മഹാത്മാഗാന്ധി മുതൽ ഇങ്ങോട്ട് സകല നേതാക്കളും ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തിനൊപ്പം സംശയരഹിതമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ BJP അധികാരത്തിലേക്ക് വന്നു തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് നമ്മുടെ സമീപനം പതിയെ പതിയെ മാറുകയായി. ഏരിയൽ ഷാരോൺ എന്ന കുപ്രസിദ്ധനായ ഇസ്രയേൽ പ്രധാനമന്ത്രിയെ ഇന്ത്യയിലേക്ക് ആനയിച്ച് അടൽ ബിഹാരി വാജ്പേയി കൂറുമാറ്റത്തിൻ്റെ ആദ്യ പടി വെച്ചു. 2014 നരേന്ദ്രമോദി അധികാരപദമേറിയതോടെ സയനിസ്റ്റ് സംഘവുമായുള്ള ബന്ധത്തിന് ആഴം കൂടി. ഇസ്രയേലിന് നേരെ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ അതിവേഗം നടുക്കം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ആ ആക്രമണത്തെ ഭീകരതയെന്ന് സംശയമില്ലാതെ വിളിച്ചു. അതുവഴി ഇന്ത്യയുടെ ദീർഘകാല പൊതുനിലപാടിനെ മോദി ദുർബലപ്പെടുത്തി. എന്നാൽ ഒരു ആശുപത്രിക്ക് മേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണവും അവിടുത്തെ 500 മനുഷ്യരുടെ മരണവും ആര് നടത്തിയെന്ന് പോലും പറയാതെ കേവല അനുശോചനത്തിൽ ഒതുക്കി മോദി. ആശുപത്രി തകർത്തത് ഫലസ്തീനികൾ തന്നെയാണെന്ന നിന്ദ്യമായ നുണ ഇസ്രയേൽ പറഞ്ഞുകൊണ്ടിരിക്കെ ആക്രമണത്തിൻ്റെ പിന്നിൽ ആരായാലും അവർ ഉത്തരവാദിത്തം ഏൽക്കണമെന്നും പറഞ്ഞ് മോദി ഇസ്രയേലിനെ വേദനിപ്പിക്കാതെ ശ്രദ്ധിച്ചു. ഇന്ത്യൻ ഹിന്ദുത്വം എന്തുകൊണ്ട് ഇസ്രയേൽ അധിനിവേശത്തിൽ അത്യാനന്ദം കൊള്ളുന്നു എന്നതിൻ്റെ അടിവേര് പ്രധാനമന്ത്രിയുടെ ഈ നിലപാടിലുണ്ട്. ഒക്ടോബർ 7 ഹമാസിൻ്റെ പ്രത്യാക്രമണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇസ്രയേലിന് അനുകൂലമായി പ്രചരിച്ച നുണകളിലേറെയും പടച്ചത് ഇന്ത്യക്കാരാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെട്ട വ്യാജ പോസ്റ്റുകളിൽ 10ൽ 7 എണ്ണവും ഇന്ത്യയിൽ നിന്ന് പടച്ചുണ്ടാക്കിയതാണെന്ന് വിവിധ ഫാക്ട് ചെക്കിംഗ് ഗ്രൂപ്പുകൾ ചൂണ്ടിക്കാട്ടി. നുണപ്രചാരകരുടെ അടിസ്ഥാന പ്രശ്നം മുസ്ലിം വെറുപ്പാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ കൂടി ഈ ഫാക്ട് ചെക്കിംഗ് ഗ്രൂപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരം അക്കൗണ്ടുകളുടെ എല്ലാം ആകെ ഉള്ളടക്കം പരിശോധിച്ചാൽ അവയെല്ലാം മുസ്ലിം വിരുദ്ധ നുണകളാൽ നിബിഡമാണെന്ന് കാണാം. ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള ഇസ്ലാമിക് കൗൺസിൽ ഓഫ് വിക്ടോറിയയുടെ റിപ്പോർട്ട് പ്രകാരം ഇസ്ലാമോഫോബിക് ട്വീറ്റുകളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നാണ്. ഏതായാലും ഇസ്രയേലിൻ്റെ രക്തരൂക്ഷിതമായ ആക്രമണത്തിന് വഴിതെളിച്ചു കൊടുക്കാൻ നുണകൾ ഉണ്ടാക്കുന്നതിൻ്റെ തലസ്ഥാനമായി നമ്മൾ മാറുന്നു എന്നതിൽ അപമാനഭാരത്താൽ തല താഴ്ത്താം. ഹമാസിൻ്റെ പ്രത്യാക്രമണമാണ് ഇന്ത്യയിലെ വലതുപക്ഷ വർഗീയവാദികളെ പ്രകോപിപ്പിക്കുന്നത് എന്ന് നാം വിചാരിച്ചു കളയരുത്. 2021 മെയ്യിൽ ഗസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 60 കുട്ടികളടക്കം 250 കുഞ്ഞുങ്ങൾ മരിച്ചപ്പോഴും സപ്പോർട്ട് ഇസ്രയേൽ, ഇന്ത്യ വിത്ത് ഇസ്രയേൽ എന്നീ ഹാഷ്ടാഗുകളുമായി ഹിന്ദുത്വർ രംഗത്ത് വന്നിരുന്നു. ഇസ്രയേലിൽ ഹിന്ദുത്വ ദേശീയത വലിയ മാതൃകകൾ കാണുന്നുണ്ട്. ജൂതരാഷ്ട്രമെന്നാൽ മതരാഷ്ട്രമാണ്. അപരവിദ്വേഷമാണ് അതിൻ്റെ അടിസ്ഥാന ശില. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള മുന്നേറ്റത്തിൽ നെതന്യാഹുവിലും ഇസ്രയേലിലും മാതൃകകൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഹിന്ദുത്വ സംഘം. സൈനിക, വംശീയ, മതരാഷ്ട്രത്തിൻ്റെ വരവ് സ്വപ്നം കാണുന്ന വലതുപക്ഷ സംഘം ആർപ്പുവിളികളുമായി ഇസ്രയേലിനും നെതന്യാഹുവിനും കൈയടിക്കും. സ്വാഭാവികമാണത്. ഫലസ്തീനുമേൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം പുതിയതെന്തോ ആണെന്നും അതിന് കാരണം ഹമാസിൻ്റെ ഭീകരവാദമാണെന്നുമാണ് ഇവിടുത്തെ വലതുപക്ഷ നുണപ്രചാരണ സംഘം നാടൊട്ടുക്ക് നടന്നു പറയുന്നത്. 1/4 നൂറ്റാണ്ട് മുൻപാണ് ഹമാസ് രൂപം കൊള്ളുന്നത്. അതിനു മുൻപ് ഇസ്രയേൽ സമാധാനവാദിയായ ഒരു രാജ്യമായിരുന്നു. 3/4 നൂറ്റാണ്ട് മുൻപ് ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം സൃഷ്ടിക്കാൻ 8 ലക്ഷം ഫലസ്തീനികളെയാണ് ബ്രിട്ടൻ്റെ സഹായത്തോടെ നിഷ്ഠൂരമായി അവിടെ നിന്ന് പുറന്തള്ളിയത്. നൂറ്റാണ്ടുകളായി ഒരു പ്രദേശത്ത് ജീവിച്ചു വന്ന ഫലസ്തീനികളെ പെട്ടെന്നൊരു ദിവസം കയറി വന്ന ജൂതരാഷ്ട്രം കണ്ണിൽ ചോരയില്ലാതെ കൊന്നുതള്ളി. ബാക്കിയുള്ളവരെ ഭയപ്പെടുത്തി ആട്ടിയോടിച്ചു. അവരിൽ ഒരാളെയും പിന്നീട് അവിടേക്ക് മടങ്ങി വരാൻ അനുവദിച്ചില്ല. 20ഓളം നഗരങ്ങളും 400-ലധികം ഗ്രാമങ്ങളും ഉണ്ടായിരുന്ന അറബികളുടെ നാടിനെ പൂർണ്ണമായും കവർന്നെടുത്തു ജൂതപ്പട. അവരുടെ വീടും കൃഷിയിടങ്ങളും ജൂതർ അന്യായമായി കൈയടക്കി. രാജ്യമില്ലാത്ത മനുഷ്യരായി ഇന്നും ആ മണ്ണിൻ്റെ അവകാശികൾ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തുന്നു. 1948 ഇസ്രയേൽ തുടങ്ങിയ ഈ നരമേധത്തിന് കാരണം ഹമാസാണോ? വർഗീയവാദികളോട് വസ്തുതകളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും സംസാരിച്ചിട്ട് എന്തു കാര്യമെന്ന ചോദ്യം അവിടെയുണ്ട്. ഒരു വെടിനിർത്തൽ സാധ്യമായാലും ഫലസ്തീനികൾക്ക് അവരുടെ പോരാട്ടം അവസാനിപ്പിക്കാൻ നേരമാകുന്നില്ല. ഒരു കരാറും അംഗീകരിക്കാത്ത വെറി പിടിച്ചൊരു നരകരാജ്യമാണ് അപ്പുറത്തുള്ളത്. അവരിനിയും കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാനുള്ള ബോംബുകളിടും. പുനർനിർമ്മിച്ച കെട്ടിടങ്ങൾ ഇനിയും ബങ്കർ ബസ്റ്റർ ബോംബുകൾ എറിഞ്ഞ് തകർക്കും. ഫലസ്തീനികൾക്ക് വെള്ളവും വൈദ്യുതിയും ഭക്ഷണവും മരുന്നുമെല്ലാം നിഷേധിക്കും. അതിനൊപ്പിച്ച് പ്രതിരോധവും ഉയരും. അതിനെപ്പോഴും സമാധാനത്തിൻ്റെ രൂപമായിരിക്കില്ല. ലോകത്തൊരിടത്തും അതങ്ങനെയായിരുന്നുമില്ല. ഫലസ്തീനികളുടെ പ്രതിരോധത്തെ ഇസ്രയേലിൻ്റെ സുരക്ഷാ പ്രശ്നമായാണ് ലോകരാഷ്ട്രങ്ങൾ കാണുന്നതെങ്കിൽ ആ സുരക്ഷാ പ്രശ്നം പരിഹരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ: സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സാധ്യമാവുക.
മഹത്തായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും പോരാട്ട നായകരുടെയും ചരിത്രത്തിൽ ഊറ്റം കൊള്ളുന്ന ഈ ലോകത്തിന് ഫലസ്തീൻ്റെ ന്യായമായ ആവശ്യങ്ങൾ മാത്രം അംഗീകരിക്കാൻ മടിയാണെങ്കിൽ ഈ സുരക്ഷാ പ്രശ്നം ഇനിയും അവരെ അലട്ടും. കാരണം അപ്പുറത്തുള്ളത് അടിമത്തൊഴുത്തിൽ ജീവിതം ഹോമിക്കാൻ ആഗ്രഹിക്കുന്ന അഭിമാനമില്ലാത്ത മനുഷ്യരല്ല. തുടരട്ടെ മാനവരാശിയുടെ സ്വാതന്ത്ര്യ പോരാട്ടം. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.